നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. PP ദിവ്യയ്ക്ക് ജാമ്യം, 11 നാൾ പുറത്തേക്ക്. PP ദിവ്യയ്ക്ക് തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ. സ്വന്തം കേസുകൾ ഒതുക്കി തീർക്കാൻ BJPയുമായി അവിഹിത കൂട്ടുകെട്ട് നടത്തുകയാണ് പിണറായി വിജയൻ എന്ന് VD സതീശൻ. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും. താൻ എതിർക്കുന്നത് പാർട്ടിയല്ല പിണറായിസത്തെയാണെന്ന് PV അൻവർ. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മലയാളപ്പുഴ മോഹനന്. കോൺഗ്രസ് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും A റഹീം MP. ശബരിമലയിൽ 16,000-ഓളം ഭക്തർക്ക് ഒരേ സമയം വിരിവെക്കാം. ജർമ്മൻ പന്തലടക്കം സജ്ജമെന്ന് ദേവസ്വം ബോർഡ്. വാർത്തകൾ വിശദമായി. PP ദിവ്യയ്ക്ക് ജാമ്യം, 11 നാൾ പുറത്തേക്ക്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഒറ്റവാക്കിലായിരുന്നു കോടതി വിധി പറഞ്ഞത്. ഇതോടെ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യ പുറത്തിറങ്ങുന്നത്. വിധി പകർപ്പ് ലഭിച്ച ശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സജിത പ്രതികരിച്ചു. PP ദിവ്യയ്ക്ക് തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ. PP ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്നും ആ തെറ്റ് തിരുത്തി മുന്നോട്ടു പോകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേഡറെ കൊല്ലാനല്ല, തിരുത്താനാണ് ശ്രമിക്കുന്നത്. ദിവ്യയ്ക്കെതിരായ നടപടികൾ ജില്ലാ കമ്മിറ്റി എടുക്കും. അതിനെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി തന്നെ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടക്കം തൊട്ടേ ADMന്റെ കുടുംബത്തോടൊപ്പമാണെന്നാണ് നിലപാട് CPIM സ്വീകരിച്ചിരുന്നു. കോടതിയിൽ ADMനെതിരെ പറയുന്നത് ദിവ്യയുടെ വ്യക്തിപരമായ കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് റെയ്ഡ് നടന്നതോടെ ഇടതുപക്ഷത്തിന് ശുക്രദശ ആരംഭിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റെയ്ഡിന് ശേഷം കോൺഗ്രസിന്റെ ശുക്രദശ മാറി. റെയ്ഡ് നടത്തും മുമ്പ് നടപടി പാലിച്ചില്ലെന്ന കളക്ടറുടെ റിപ്പോർട്ടിനെയും അദ്ദേഹം വിമർശിച്ചു. നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്, അവരുടെ ഉത്തരവാദിത്തമാണ്. റെയ്ഡ് ഗുണം ചെയ്തത് LDFനാണ്. സ്വന്തം കേസുകൾ ഒതുക്കി തീർക്കാൻ BJPയുമായി അവിഹിത കൂട്ടുകെട്ട് നടത്തുകയാണ് പിണറായി വിജയൻ എന്ന് VD സതീശൻ. സ്വന്തം കേസുകൾ ഒതുക്കി തീർക്കാൻ BJPയുമായി അവിഹിത കൂട്ടുകെട്ട് നടത്തുകയാണ് പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശമംഗലത്ത് നടന്ന UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VD സതീശൻ. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കാനുള്ള സമയമാണ് ചേലക്കര തെരഞ്ഞെടുപ്പ്. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സംഘമാണെന്നും പിണറായി സംസ്ഥാന ഖജനാവ് കാലിയാക്കിയെന്നും CPM BJP ബന്ധമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ചേലക്കരയിൽ ഒരു MLA മാത്രമല്ല UDFനെ വിജയിപ്പിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലുള്ള തിരിച്ചുവരവിന്റെ തിരിയായിരിക്കും നിങ്ങൾ കൊളുത്തുന്നത് എന്നാണ്. അതുകൊണ്ടാണ് കേരളം നിങ്ങളെ ഉറ്റുനോക്കുന്നത്. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷംസുദ്ദീൻ MLA, മുൻ MP KP ധനപാലൻ, തെരഞ്ഞെടുപ്പ് കൺവീനർ അമീർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ലക്ഷ്മണൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് പ്രേമൻ, ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും. താൻ എതിർക്കുന്നത് പാർട്ടിയല്ല പിണറായിസത്തെയാണെന്ന് PV അൻവർ. CPIM നേതാവ് AC മൊയ്തീന്റെ പരാതിക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ. സുധീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നും മൊയ്തീന്റെ പരാതി എന്തടിസ്ഥാനത്തിലാണെന്നും അൻവർ ചോദിച്ചു. താൻ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി RSSന് വേണ്ടി പണി ചെയ്യുകയാണെന്നും താൻ എതിർക്കുന്നത് പാർട്ടിയെയല്ല പിണറായിസത്തെയാണെന്നും അൻവർ പറഞ്ഞു. AC മൊയ്തീൻ മറുപടി പറയേണ്ടത് കരുവന്നൂരിലെ നിക്ഷേപകരോടാണെന്നും CPMനെതിരെ പ്രതികരിച്ചാൽ മതവർഗീയവാദിയാക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മൊയ്തീന്റെ പരാതി എന്തടിസ്ഥാനത്തിൽ? 1000 വീട് കൊടുക്കാൻ ഇടയാക്കിയത് CPIMന്റെ ഭരണമാണ്. ചേലക്കരയിൽ ജനങ്ങൾ ദുരിതത്തിലാണ്. വീടുകളുടെ പണി ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിലെ DMK സ്ഥാനാർത്ഥി NK സുധീർ
ജനകീയനാണെന്നും ജനസ്വീകാര്യതയെ തകർക്കാൻ CPIM നേതൃത്വം ശ്രമിക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു. മൊയ്തീനെതിരെയായ ഫോൺ സംഭാഷണം കയ്യിലുണ്ടെന്നും പ്രധാന വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മലയാളപ്പുഴ മോഹനന്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് CITU നേതാവ് മലയാളപ്പുഴ മോഹനൻ. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെ പരാതി വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു. ADM മരിച്ച ശേഷമാണ് ഇവർ പരാതിക്കത്ത് ഉണ്ടാക്കിയത്. അതിലെന്താണ് അന്വേഷണമില്ലാത്തതെന്നും മോഹനൻ ചോദിച്ചു. PP ദിവ്യക്കെതിരായ പാർട്ടി നടപടി വൈകി. എന്നിരുന്നാലും തൃപ്തിയുണ്ട്. പക്ഷേ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല. ദിവ്യയ്ക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കരുതുന്നു. ജോലിയിൽ നിന്നും വിടുതൽ നേടിയ നവീൻ ബാബു തിരികെ ഔദ്യോഗിക വസതിയിലെത്തി ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ ലോജിക്കില്ല. ADMന്റെ ഡ്രൈവറും സംശയനിഴലിലാണ്. കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും എല്ലാം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മലയാളപ്പുഴ മോഹനൻ വ്യക്തമാക്കി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും AA റഹീം MP. കോൺഗ്രസ് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും DYFI നേതാവ് AA റഹീം MP. കോൺഗ്രസിന് കള്ളപ്പണം വരുന്നുവെന്ന വാർത്ത ചോർന്നത് ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന 4 പേരിൽ നിന്നാണെന്ന് റഹീം പറയുന്നത്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കുട്ടത്തിൽ, VK ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല എന്നിവരടങ്ങുന്ന 4 പേരിൽ മാത്രമാണ് ഈ രഹസ്യ ഇടപാട് നടന്നതെന്നും ഇവരിൽ നിന്നാണ് വിവരം വെളിയിൽ പോയതെന്നും റഹീം കൂട്ടിച്ചേർത്തു. ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് മിസ്സിൽ കോൺഗ്രസ് ആശ്വസിക്കുന്നുണ്ട്. പോലീസിന്റെ വീഴ്ചയല്ല. തന്ത്രപ്രധാനമായ മീറ്റിംഗ് ബോർഡ് റൂമിൽ ചേർന്നിട്ടുണ്ട്. അത് അവരും സമ്മതിക്കുന്നുണ്ട്. അത്രയും തന്ത്രപ്രധാനമായ മീറ്റിംഗ് എന്തുകൊണ്ടാണ് DCC പ്രസിഡന്റ് ഇല്ലാത്തത്? തൊട്ടടുത്താണ് DCC ഓഫീസ്. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചായിരുന്നു യോഗം. ബോർഡ് റൂമിൽ CCTV ഇല്ല. 4 പേർക്കിടയിൽ പോലും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസ് നേതൃത്വം മാറി. റഹീം കള്ളപ്പണ ഇടപാട് മറച്ചുവെക്കാനാണ് CPM BJP ബന്ധം കോൺഗ്രസ് ആരോപിക്കുന്നതെന്നും റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായ പരിഹാസങ്ങളിൽ വിഷമമില്ല എന്നും റഹീം അറിയിച്ചു. ശബരിമലയിൽ 16,000-ഓളം ഭക്തർക്ക് ഒരേ സമയം വിരിവെക്കാം. ജർമ്മൻ പന്തലടക്കം സജ്ജമെന്ന് ദേവസ്വം ബോർഡ്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് 16,000-ഓളം ഭക്തജനങ്ങൾക്ക് ഒരേ സമയം വിരിവെക്കാനുള്ള വിപുലമായ സൗകര്യം സജ്ജീകരിച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. നിലയ്ക്കലിൽ ടാറ്റയുടെ 5 വിരി ഷെഡിലായി 5,000 പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യമുണ്ട്. മഹാദേവ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ 1000 പേർക്കാണ് വിരിവെക്കാനുള്ള സൗകര്യം. നിലയ്ക്കലിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 3,000 പേർക്ക് കൂടി വിരിവെക്കുവാനുള്ള ജർമ്മൻ പന്തൽ സജ്ജീകരിച്ചു. ഇതോടൊപ്പം പമ്പയിൽ പുതുതായി 4 നടപ്പന്തലുകൾ കൂടി ക്രമീകരിക്കുന്നതോടെ 4,000 പേർക്ക് വരി നിൽക്കാനുള്ള സൗകര്യം ലഭിക്കും. രാമമൂർത്തി മണ്ഡപത്തിന് പകരം 3,000 പേർക്ക് കൂടി വിരിവെക്കാൻ കഴിയുന്ന താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത് ഭക്തജനങ്ങൾക്ക് സുഗമമായി വിരിവെക്കൽ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. PV അൻവറിന്റെ പാർട്ടി DMK-ക്കെതിരെ പരാതി നൽകി LDF. നിലമ്പൂർ MP PV അൻവറിന്റെ പാർട്ടി DMK-ക്കെതിരെ പരാതി നൽകി LDF. 1000 വീട് വാഗ്ദാനം ചെയ്ത് വോട്ട് തൊടുന്നു എന്നാണ് പരാതി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിട്ടേണിംഗ് ഓഫീസർക്കുമാണ് പരാതി നൽകിയത്. ചേലക്കര LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി AC മൊയ്തീനാണ് പരാതി നൽകിയത്. അൻവറും സ്ഥാനാർത്ഥിയായ MK സുധീറിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അൻവറും സുധീറും നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് മൊയ്തീൻ പ്രതികരിച്ചു.
ആശുപത്രിയിലെ പ്രതിഷേധം ഉൾപ്പെടെ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിനോടൊപ്പം മാർച്ചിൽ പങ്കെടുത്തത് SDPI പ്രവർത്തകരാണെന്നും അൻവർ UDFന്റെ B ടീമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് UDF പരാതി നൽകാത്തതെന്നും കരുതുന്നുവെന്നും AC മൊയ്തീൻ പറഞ്ഞു. പാലക്കാട് പാതിര റെയ്ഡ് LDFും UDFും ഉണ്ടാക്കിയ കപട നാടകമാണെന്ന് കുമ്മനം രാജശേഖരൻ. പാലക്കാട് പാതിര റെയ്ഡ് LDFും UDFും ഉണ്ടാക്കിയ കപട നാടകമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. പാലക്കാട് BJPക്കെതിരായ LDF UDF ഡീലുണ്ട്. നാടകം NDAക്ക് ഗുണം ചെയ്യുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സന്ദീപ് വാര്യരുടെ പരാതി പാർട്ടി പരിശോധിക്കുമെന്നും BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സന്ദീപ് ഇപ്പോഴും BJPയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒരിടവേള. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു വന്ന വഴികൾ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിലൂടെയാകാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ ഉള്ളിടത്തിലേക്ക് എത്തിയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പൂർവികർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചവരാകാം. സ്വയം ജീവിതം കരുത്തടിപ്പിച്ചവരാകാം. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തവർ മനസ്സ് തുറക്കുന്ന പിന്നിട്ട വഴികൾ ഇനി മുതൽ സ്ത്രീപുരുഷ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പിന്നിട്ട വഴികൾ തുറന്നു പറയാം. ഞങ്ങളുടെ ക്യാമറകൾ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാർത്തകൾ തുടരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ വ്യാജരേഖ ചമച്ചു VD സതീശൻ. ADM K നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് വ്യാജരേഖ AKG സെന്ററിൽ ചമച്ചതെന്ന് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കളക്ടറെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. വീണ്ടും ഒരു പുകമറയുണ്ടാക്കി ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് CPI നടത്തിയതെന്ന് VD സതീശൻ വ്യക്തമാക്കി. ADMന്റെ കുടുംബത്തെ കബളിപ്പിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയുമാണ് CPM ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് ദിവ്യക്കെതിരെ പാർട്ടി നടപടിയുണ്ടായതെന്നും VD സതീശൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യില്ല. ജനങ്ങൾക്കിടയിൽ അതിശക്തമായ വികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുണ്ടത്തിക്കോട് ഇടവഴിയിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മുണ്ടത്തിക്കോട് വീട്ടുപറമ്പിനോട് ചേർന്നുള്ള ഇടവഴിയിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. പൂലോത്ത് ശശീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. PP ദിവ്യയ്ക്ക് ജാമ്യം 11 നാൾ പുറത്തേക്ക്. PP ദിവ്യയ്ക്ക് തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ. സ്വന്തം കേസുകൾ ഒതുക്കി തീർക്കാൻ BJPയുമായി അവിഹിത കൂട്ടുകെട്ട് നടത്തുകയാണ് പിണറായി വിജയനെന്ന് VD സതീശൻ. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും. താൻ എതിർക്കുന്നത് പാർട്ടിയല്ല പിണറായിസത്തെയാണെന്ന് PV അൻവർ. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മലയാളപ്പുഴ മോഹനന്. കോൺഗ്രസ് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും AA റഹീം MP. ശബരിമലയിൽ 16,000-ഓളം ഭക്തർക്ക് ഒരേ സമയം വിരിവെക്കാം. ജർമ്മൻ പന്തലടക്കം സജ്ജമെന്ന് ദേവസ്വം ബോർഡ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.